കുരിശിൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ. റബി, അപ്പം അങ്ങ് എങ്ങനെ കണ്ടു എന്നെ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് കേട്ടോന്ന് അറിയത്തില്ല. എല്ലാവരെയും കാണുന്ന ഒരു ഫിലിപ്പോസ് ഉണ്ടല്ല, നിൻ്റെ അമ്മ, നിൻ്റെ അപ്പൻ, നിൻ്റെ കൂട്ടുകാർ, അവരെല്ലാം നമ്മൾ അറിയണത്. ഇവരൊക്കെ അറിയുന്നതിന് മുമ്പ് നിൻ്റെ ദൈവം നിന്നെ അറിയുന്നു. അതാണ് നിൻ്റെ അപകടം. ഫിലിപ്പോസ് അതിൻ്റെ അപകടവുമാണ്, അത് നിൻ്റെ അനുഗ്രഹവുമാണ്. നിൻ്റെ കൂട്ടുകാർ കാണാത്തത്, നിൻ്റെ വീട്ടുകാർ കാണാത്തത്, നിൻ്റെ നാട്ടുകാർ കാണാത്തത് കാണുന്ന കർത്താവ്. കണ്ടാൽ അനുഗ്രഹമായി മാറുന്ന വിഷയമുണ്ട്, കണ്ടാൽ അപകടമായി മാറുന്ന വിഷയമുണ്ട്. കർത്താവിനെ സൂക്ഷിക്കുക. വിശ്വാസം സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവിൻ്റെ വചനങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷത്തിന് വിശ്വസിക്കേണ്ട ഓരോ ഭാഗങ്ങൾ നിർദ്ദയനായ വൃത്തിയെ മുന്നോട്ട് വെക്കുന്ന ഒരു സുവിശേഷമുണ്ട്, നാഥാനിയൽ മുന്നോട്ട് വെക്കുന്ന ഒരു സുവിശേഷമുണ്ട്, സമറിയായിലെ യോഹന്നാൻ മുന്നോട്ട് വെക്കുന്ന സുവിശേഷമുണ്ട്, അവശേഷിപ്പിക്കുന്ന സുവിശേഷം. അതിൽ വിശ്വസിക്കണം. ഇത് തന്നെയാണ് നമ്മൾ പത്രോസിലൂടെ കേട്ടത്. 70 പ്രാവശ്യമോ എന്താണ്, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. വളരെ വെളിപാടോടുകൂടിയാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും അതിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നത്തെ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലും കർത്താവിൻ്റെ കൈകളുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സുവിശേഷവൽക്കരിച്ചുകൊണ്ട് എംപവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരും മനസ്സൊന്നും എടുക്കരുത്. പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിൽക്കുന്ന പാഠങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പുരോഗമിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ